നമുക്കൊപ്പം ഇപ്പം CPM-ൽ നിന്ന് കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് റോഡ് മാറ്റി 16 കിലോമീറ്റർ മാറ്റി രാമനിലയത്തിലേക്ക് പോകാൻ കഴിയും. പക്ഷേ ഈ KSRTC ബസ്സിൽ പൊതുഗതാഗതത്തിലൊക്കെ പോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യണം? ഇതിപ്പം ആദ്യം പറഞ്ഞു മഴയാണെന്ന്, അത് കഴിഞ്ഞ് വെയിൽ വന്നു, പിന്നെയും ഇപ്പോൾ മഴക്കാലം തുടങ്ങുകയാണ്. ആ റോഡിന്റെ ഗതി ഇന്ന് കണ്ടാൽ ഈ നികുതിയൊക്കെ അടക്കുന്ന ജനങ്ങൾ ഈ റോഡിലൂടെയാണോ യാത്ര ചെയ്യേണ്ടതെന്ന് തോന്നിപ്പോകും? നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പൊ പങ്കെടുത്ത ഒരാൾ പറയുന്നത് കേട്ടത് ആർക്കൊക്കെ കമ്മീഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് വിവരമുണ്ടെങ്കിൽ ദയവായിട്ട് അത് വെളിപ്പെടുത്താൻ ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം അത് അദ്ദേഹം പറയുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ റോഡുകൾ ഏതെങ്കിലും സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിക്കാതിരിക്കുകയോ തകരുകയോ കുഴിയാവുകയോ ചെയ്യുന്നതിന് ആരെങ്കിലും കേരളത്തിൽ കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ വെളിപ്പെടുത്തിയാൽ അത് സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് CPM-ന്റെ നിലപാട്. അത് പ്രശ്നമുണ്ടാകും. കാരണം ഈ 8 കൊല്ലത്തിനിടയിലും ഏതെങ്കിലും തരത്തിൽ ഒരു കമ്മീഷൻ ഇടപാട് കേരളത്തിലുള്ളതായി ഒരാൾക്കും പറയാനാകാത്ത വിധമാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ആക്ഷേപങ്ങളും രാഷ്ട്രീയമായ ഇത്തരം വ്യാഖ്യാനങ്ങളൊക്കെ വരും. നിഷ്പക്ഷത എന്ന് സ്വയം പറയുന്ന ഒരാൾ അത് പറയുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ ഈ വസ്തുതകൾ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വസ്തുതയുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. വസ്തുത ഇല്ലെങ്കിൽ അദ്ദേഹം സാധാരണ പറയുന്ന പോലെ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. ഞാൻ അതിലേക്ക് വരാം. കമ്മീഷന്റെ കാര്യത്തിൽ നമുക്ക് ഹരിദാസിനോട് തന്നെ ചോദിക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. പല പദ്ധതികളും അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്കെന്ന് തോന്നിയത് ഈ റോഡുകളുടെ വശങ്ങളിൽ കരാറുകാരനെ ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥരുടെ നമ്പറുകൾ പരസ്യപ്പെടുത്തും. അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ റോഡിന്റെ കരാർ ഏറ്റെടുത്തത് ആരെയാണ് ബന്ധപ്പെടേണ്ടത്, കൃത്യമായ വിവരങ്ങൾ എല്ലാ റോഡിന് മുന്നിൽ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുണ്ടോ ഇപ്പൊ കേരളത്തിൽ? ഉണ്ട് എന്ന് മാത്രമല്ല, ഉണ്ട്. എവിടെയുണ്ട് കേരളത്തിന്റെ? ഞാൻ പറയാം. അത് ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ല നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഉള്ള എത്രയോ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. കോട്ടയത്തിന് ഞാൻ കാണിച്ചു തരാം. എന്റെ കൺമുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് ദയവായി ഇന്ന് കേൾക്കണം. എന്താണ് അവസ്ഥ? ഒരു ടെൻഡർ എടുത്ത് ഒരാൾ റോഡ് നിർമ്മിച്ചാൽ 5 കൊല്ലം അതിന്റെ പരിപാലന ചുമതല ബന്ധപ്പെട്ട ആ കരാർ ഏറ്റെടുത്ത കരാറുകാരനായിരിക്കും. കരാറുകാരന്റെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ അവിടുത്തെ അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ അടക്കം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കും. ഇത് കേരളത്തിലുടനീളം ഈ പദ്ധതി പ്രകാരം ചെയ്ത എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം നിർമ്മാണത്തിൽ അനിൽകുമാർ, ഇപ്പൊ താങ്കൾ പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തരാൻ താങ്കൾക്ക് കഴിയില്ല. അത് ഞാൻ അത് മനസ്സിലാക്കുന്നു. 2021 മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ഞാനത് താങ്കളുടെ മുന്നിലേക്ക്, പക്ഷെ എനിക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചെയ്തു തരാം. ഞാൻ താങ്കളെ കാണിച്ചു തരാം. എറണാകുളം ഏറ്റുമാനൂർ സംസ്ഥാന പാതയിൽ ഒരു മരണ വളവുണ്ട്. ഉദയംപേരൂർ 10ാം മൈലിലാണ് ഈ S വളവുള്ളത്. ഇന്ന് അവിടെ 2 പേരാണ് ഈ വളവിലെ എത്രയോ തവണ പറഞ്ഞത് എത്രയോ ഈ തവണ ഈ അപകടകരമായ വളവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ വളവിലെ മീഡിയൻ കഴിഞ്ഞ രാത്രി, അതായത് ഇന്നലെ രാത്രിയിൽ എടുത്തത് 2 ജീവനുകളാണ്. അനിൽകുമാർ എന്നെ കൊണ്ടുപോയി കാണിച്ചു തരേണ്ട, ഈ റിപ്പോർട്ട് താങ്കൾ ഒന്ന് കണ്ടാൽ മതി. അല്ല, ഞാൻ പറയുന്നത് ഹലോ കാരണമാണ് തൃശ്ശൂരിലേക്ക് വന്ന മുഖ്യമന്ത്രി കുന്നംകുളം വഴിയുള്ള പാത ഒഴിവാക്കിയത്. എന്നാൽ എറണാകുളം ഏറ്റുമാനൂർ പാതയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഉദയംപേരൂരിൽ പ്രത്യേകിച്ചുമില്ല. പക്ഷേ ഉദയംപേരൂരിൽ ഒരു അപകട വളവുണ്ട്, ഒരു മരണവളവ്. ഉദയംപേരൂരിലെ 10ാം മൈലിലാണ് ഈ വളവുള്ളത്. ഈ വളവിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഈ മീഡിയനാണ്. അശാസ്ത്രീയമാണെന്നോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പരിചരിക്കാത്തതാണോ ഈ അപകടത്തിന് കാരണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ അടുത്ത കാലത്തോട്ടുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഇത് 4 വരി പാതയാകുമ്പോൾ ഈ വളവ് നിവർത്തുമെന്നാണ്. പക്ഷേ ഈ 4 വരി പാത എന്നത്തേക്കാവുമെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. അത്രയും നാൾ ഈ അപകടങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ അവർ ഏറ്റെടുക്കണം. അവർ പലപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെ ഞെട്ടി ഉണർന്നാണ് പലരെയും എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്ക് 2 ചെറുപ്പക്കാരുടെ ജീവനാണ് ഈ മീഡിയയിൽ തട്ടി പൊളിഞ്ഞത്. അതും സമീപവാസികളായ 2 ചെറുപ്പക്കാർ, 21 വയസ്സുള്ള ഇന്ദുചൂടനും ആദിത്യനും. ഇത് ഇവിടെ പതിവാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഇതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് ഒരു പയ്യൻ വീണ്. ആ വണ്ടി കുരുത്തം കൊണ്ടൊന്നും വരാഞ്ഞുകൊണ്ട്, പക്ഷേ കാറിപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പോഴും. ഈ മീഡിയൻ തീർത്തിരിക്കുന്നത് ഒരു S വളവിലാണ്. S വളവിൻ്റെ മധ്യഭാഗത്താണ്
ഈ മീഡിയൻ തീർത്തിരിക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ടായിരുന്നു. ആ റിഫ്ലക്ടർ ഇന്നലത്തെ അപകടത്തിൽ ഇടിച്ച് തെറിപ്പിച്ച് സൈഡിൽ കിടപ്പുണ്ട്. പക്ഷേ ആ ഒരു റിഫ്ലക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള റിഫ്ലക്ടറും ഇടയ്ക്കിടയ്ക്ക് ചില റിഫ്ലക്ടർ ഉണ്ടെങ്കിൽ പോലും ഇതൊരു മീഡിയൻ ആണെന്ന് തിരിച്ചറിയാവുന്ന തരത്തിൽ ഒരു നിറവും ഈ മീഡിയനിൽ അടിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത്. നമ്മൾ പലയിടത്തും മീഡിയൻ കാണുമ്പോൾ അത് നിറങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കും, നമ്മുടെ ശ്രദ്ധയിൽ അത് പെടുകയും ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പലപ്പോഴും വളരെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഈ മീഡിയനിലേക്ക് ഇടിച്ചു കയറുകയാണുള്ളത്. ഈ പ്രദേശവാസികൾ അത്തരത്തിലുള്ള നിരവധി അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നതിനും പ്രശ്നം നേരിടുന്നുണ്ട്. നമുക്ക് എതിർഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആൾക്കാർ മറുഭാഗത്തേക്ക് ഒരു റോഡുണ്ട്, ആ റോഡിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വാഹനങ്ങൾ വളരെ വേഗത്തിൽ വരുന്നത് അവർക്ക് കാണാൻ കഴിയില്ല. വളരെ ഒരു 50 മീറ്റർ ദൂരെയാണ് ഈ വളഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വാഹനങ്ങൾ വേഗത്തിൽ വരുന്നത് ഈ വഴിയാത്രക്കാർക്ക് അല്ലെങ്കിൽ റോഡ് മുടിച്ചു കിടക്കുന്നവരുടെ ശ്രദ്ധയിൽ പെടുകയില്ല. അവർക്കും വാഹനം ഇടിച്ച് പരിക്കേറ്റിട്ടുണ്ട്. വളരെ അശാസ്ത്രീയമായ ഒരു മീഡിയൻ നിർമ്മാണമാണ് നമ്മൾ കണ്ടത്. ഈ അരുൺ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ഏറ്റുമാനൂർ സംസ്ഥാന പാതയാണ്. ശ്രീ കെ അനിൽകുമാർ, ഒരുപക്ഷെ താങ്കൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു വഴിയായിരിക്കും ഇത്. അതൊരു മരണ വളവാണ്. ഇപ്പൊ ഇതിലെന്തെങ്കിലും ആർക്കെങ്കിലും, ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്, ഈ പാതയിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ബോർഡുണ്ടോ? എന്നെക്കാട്ടും നന്നായി ഒരുപക്ഷെ താങ്കൾക്ക് അറിയുമായിരിക്കും. നമ്മള് ചർച്ച ചെയ്ത വിഷയം അതല്ലല്ലോ. നമ്മളോട് ചർച്ച ചെയ്ത വിഷയം എന്താണ്? കേരളത്തിലെ ചില റോഡുകളിൽ നിർമ്മാണം കഴിഞ്ഞെടുക്കാതെ പൊളിഞ്ഞു പോയിട്ടുണ്ടോ? അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു വാദം പറഞ്ഞെന്താണ്? നിർമ്മാണം കഴിഞ്ഞ സ്ഥലങ്ങളിൽ 5 കൊല്ലം ആ കരാറുകാരൻ വീഴ്ച കൂടാതെ അത് പരിപാലിക്കണം. ആ കാര്യം നടപ്പിലുണ്ടോ എന്നാണ് ചോദ്യം. നടപ്പിലുണ്ടോ എന്നാണ് ഉത്തരം. അപ്പൊ നമുക്ക് എന്ത് വേണം? ആ കരാറുകാരൻ പരിപാലിക്കാത്ത വിധം റോഡ് താറുമാറായ അനുഭവം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതിന് ഉത്തരവുണ്ടാകും, നടപടിയും ഉണ്ടാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിർമ്മാണത്തിലിരിക്കുന്ന റോഡുകളാണ്. ഇപ്പോൾ ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ച പോലെ തിരുവനന്തപുരത്ത് അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ചതിന്റെ ഭാഗമായിട്ട് റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു റോഡ് ഗതാഗതം പൂർണ്ണമായി നിർത്തിയിട്ട് അവിടെ പൂർത്തിയാക്കാനാവില്ല. കരാറുകാർക്ക് അവിടെ സമയത്ത് സാധനങ്ങൾ എത്തിക്കത്തക്ക വിധം സാധനങ്ങൾ എത്തിക്കാനോ സ്റ്റോർ ചെയ്യാനോ സൗകര്യം ഇല്ലാത്തടത്താണ് ഇത്തരത്തിലെ പല റോഡുകളും. അതുകൊണ്ട് അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട റോഡുകളിലെ പ്രശ്നങ്ങളെ യോഗത്തിൽ ഉയർന്നുകൊണ്ടിരുന്നു. പ്രത്യേകമായി ഓരോ റോഡുകളുമായി ബന്ധപ്പെട്ട് ചിലത് അടച്ച് ആ പണി പൂർത്തിയാക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാമെങ്കിൽ കുറെ സ്ഥലങ്ങളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പോൾ അത്തരം ചില റോഡുകൾ കാണാനിടയായി. അതുകൊണ്ട് തന്നെ ഉയർന്നു വന്ന പ്രശ്നത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എത്തിയിട്ടുണ്ട്. അത് നടപ്പാക്കുന്നതിന് വേഗത കൂടണം എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ ശരിയായ കാര്യമാണ്. മൂന്നാമത് ഇവിടെ പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി തന്നെ ഒരു ദുർഘടമായ റോഡിലൂടെ യാത്ര ഒഴിവാക്കി എന്നുള്ള ശരിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നുണ്ട് കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി എന്താണ്? 8 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ മുഴുവൻ റോഡുകളും ആധുനിക നിലവാരത്തിലാക്കാൻ കഴിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ദേശീയ സംസ്ഥാന പാതകൾക്ക് മാറ്റമില്ലേ? എത്രയോ പുതിയ പാതകൾ നിർമ്മിച്ചിരിക്കുന്നു. ജില്ലാ റോഡുകൾ എത്രയോ ഉയർന്ന നിലവാരത്തിലാണ്. എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല എന്ന് ഈ ചർച്ചയിൽ പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണ്. അതുകൊണ്ട് ഒരു റോഡ് ചൂണ്ടിക്കാണിച്ച് ഇതിനാണ് കേരളത്തിലെ സർക്കാരും മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഉത്തരവാദി എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തും ഇനിയും പരിഹരിക്കാൻ പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി, അത് എത്രയോ വട്ടം നമ്മൾ ചർച്ച ചെയ്ത് എത്രയെത്ര തീയതികൾ മാറ്റി. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. അത് നന്നാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലാതെ ഒന്നും ആ കാര്യത്തിൽ പറയാനില്ല. ഇതിപ്പോ ഇന്നലെ ഈ ഒരു വിഷയം, ഈ ഒരു റോഡ് ചർച്ചയാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, രാമനിലയത്തിലേക്ക് സാധാരണ മുഖ്യമന്ത്രി പോകുന്നൊരു റോഡുണ്ട്, അത് ഒഴിവാക്കി 16 കിലോമീറ്റർ ചുറ്റി നല്ലൊരു റോഡിലൂടെ അദ്ദേഹം പോവുകയാണ്. ശരി, അദ്ദേഹം മോശമായ റോഡിലൂടെ അല്ലെങ്കിൽ കുഴിയിലൂടെ യാത്ര ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ബാക്കിയുള്ള ആളുകളും യാത്ര ചെയ്യുക, അവർക്കും നല്ല റോഡ് വേണം എന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതെ, അങ്ങനെ കേരളത്തിൽ നല്ല റോഡ് ആവശ്യമില്ല എന്നല്ലേ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. നമുക്ക് ദേശീയപാത വേണ്ടതില്ല എന്നല്ലേ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അതിനുവേണ്ടി യുദ്ധം ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതിന്റെ ഭാഗമായിട്ട് കിഫ്ബിയിൽ നിന്നും 6650 കോടി രൂപ കേന്ദ്രത്തിന് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ദേശീയപാത നിർമ്മിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാർ ടോൾ പിരിക്കുന്നു. കേരളത്തിന് ഇതിന്റെ വിഹിതമില്ല. നമ്മൾ കൊടുത്ത 6650 രൂപ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നില്ല. കേരളത്തിന്റെ ഒരു റോഡിലും ദേശീയപാതയിലും കേരളത്തിലെ സംസ്ഥാന പാതയിലും ടോൾ പിരിക്കുന്നില്ല.
കേന്ദ്രം ടോൾ പിരിച്ചിട്ടാണ് റോഡ് പണിയുന്നത്. കേരളം ടോൾ പിരിക്കുന്നില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ കേരളവും കേന്ദ്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൂടി പറയണം. കേരളത്തിന്റെ പരിമിതമായ വിഭവങ്ങളിൽ നിന്നും ഇത്രയേറെ പുരോഗതി നേടാനായിട്ടുണ്ട് എന്ന കാര്യം കൂടി അംഗീകരിച്ചിട്ട് നിങ്ങളുടെ ശരിയായി ചൂണ്ടിക്കാണിച്ച പോലുള്ള പരിമിതികൾ ഇപ്പോഴുമുണ്ട്. അത് പരിഹരിക്കുക എന്നുള്ളത് മുൻഗണനാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ശരി, താങ്കൾ